ഹായ് ഫ്രണ്ട്സ്, CBSEയുടെയൊക്കെ SSLC +2 റിസൾട്ട് വന്നു കഴിഞ്ഞു. അവരാദ്യം +2 റിസൾട്ടാണ് പബ്ലിഷ് ചെയ്യുക, പിന്നീടാണ് SSLC. രണ്ടും ഒരേ ദിവസം തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ റിസൾട്ട് വളരെ ഉയർന്ന നിലയിലുള്ള റിസൾട്ട്. ഒത്തിരി പേർക്ക് ഫുൾ പെർസെൻറ്റേജ്, ആ രീതിയിലൊക്കെ ഫുൾ പെർസെൻറ്റേജിനടുത്ത് ഒരു മാർക്ക് കുറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നല്ല ഒരു സ്കോറാണ് കുട്ടികളുടെ കണ്ടത്. അതേസമയം സ്റ്റേറ്റിൻ്റെ SSLC റിസൾട്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഇത്തിരി ബാക്കോട്ടാണ് വന്നത്. ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണോ എന്താണോ എന്നറിയില്ല. എന്തായാലും കുറച്ച് മാത്രമല്ല, ഓൾറെഡി A+ൻ്റെ എണ്ണം നോക്കുമ്പോഴും നല്ല തോതിൽ കുറഞ്ഞിട്ടുണ്ട്. പാസ് പെർസെൻറ്റേജ് കുറഞ്ഞു, A+ൻ്റെ എണ്ണം നല്ല തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SSLCയുടെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ അവസ്ഥ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി +2 ആണ് വരാനിരിക്കുന്നത്. അപ്പോൾ +2 21-നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. CBSE +2 ഉയർന്ന റിസൾട്ടാണ് കാണുന്നത്. ഇനി നമ്മുടെ സ്റ്റേറ്റിൻ്റെ +2 എങ്ങനെയായിരിക്കുമെന്ന് എനിക്കൊത്തിരി ആകുലതയുണ്ട്. ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഇനി അങ്ങനെ കുറഞ്ഞു പോയാൽ, അഥവാ നമ്മുടെ സ്റ്റേറ്റിൻ്റെ +2 റിസൾട്ട് കുറച്ച് താഴോട്ട് വന്നാൽ എന്ത് സംഭവിക്കും? അവിടെ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം, അതായത് ഇപ്പോൾ എൻജിനീയറിങ്ങിനൊക്കെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ല. കാരണം എൻജിനീയറിങ്ങിൽ എപ്പോഴും ഒരു സ്റ്റാൻഡർഡൈസേഷൻ നടക്കുന്നുണ്ട്, +2 മാർക്ക് പരിഗണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CBSE ആ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നു. നമ്മുടെ സ്റ്റേറ്റിൻ്റെ കുറച്ച് ടഫാണ്, റിസൾട്ട് ബാക്കോട്ടാണ് എന്ന് കാണുമ്പോൾ അവിടെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് കിട്ടിയ മാർക്കിൻ്റെ വെയിറ്റേജിൽ തന്നെ നിലനിർത്തിയേക്കാം. ചിലപ്പോൾ CBSE ഭയങ്കര ഹൈപ്പ് ഉണ്ട് എന്ന് കാണുവാണെങ്കിൽ അവർക്ക് ഇത്തിരി ഒരു പെർസെൻറ്റേജ് കുറച്ചേക്കാം. കാരണം ആ കുറവ് കഴിഞ്ഞ വർഷം നമ്മളിൽ ചെയ്തു. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് +2 റിസൾട്ട് ഭയങ്കര ഹൈ ആണ്, അവർക്ക് അധികം മാർക്കുണ്ട് എന്ന് കാണുമ്പോൾ CBSE റിസൾട്ടിനെയും വെച്ച് നോക്കുമ്പോൾ അവരെക്കാൾ നമ്മുടെ മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിൽ ഇത്തിരി മൈനസ് ചെയ്തിരുന്നു. അങ്ങനെയാണ് എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പം സ്റ്റേറ്റിലെ കുട്ടികൾ പിന്നോട്ട് പോയി. അവിടെ CBSEക്കാരാണ് മുന്നോട്ട് വന്നത് കഴിഞ്ഞ തവണ. ഇത്തവണ നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്സാം നല്ല ടഫാണ്, റിസൾട്ടും അതേ രീതിയിൽ തന്നെയാണ് വന്നു പോകുന്നതെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ മൈനസിങ് വരില്ല. അതുകൊണ്ട് എൻജിനീയറിങ്ങിലേക്കൊക്കെ പോകുന്ന കുട്ടിക്ക് വലിയ നഷ്ടമൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ നോർമൽ ഡിഗ്രി, ഇപ്പോൾ CUET എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റേറ്റീവ് എക്സാം വെച്ചുകൊണ്ട് മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെയും പ്രശ്നമില്ല. പക്ഷേ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മെജോറിറ്റി കുട്ടികളും ഡിഗ്രി എന്ന് പറയുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുത്തത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ്. ബാക്കിയെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കണ്ണൂർ, കാലിക്കറ്റ്, കേരള, MG യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. BSc BCom ആവട്ടെ, BA പ്രോഗ്രാം ആവട്ടെ, അവിടെയൊക്കെ ജസ്റ്റ് +2ൻ്റെ മാർക്കാണ് പരിഗണിക്കുന്നത്. അപ്പോഴും നമ്മുടെ സ്റ്റേറ്റിലെ കുട്ടികളുടെ മാർക്ക് കുറയുകയും CBSE കുട്ടികളുടെ മാർക്ക് നല്ല ഹൈ മാർക്കും ആണെങ്കിൽ അവിടെ നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, അഡ്മിഷൻ വരുമ്പോൾ നമ്മൾ സ്റ്റേറ്റിലെ കുട്ടികൾ പിറകിലോട്ട് പോകുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. അവിടുത്തെ വെയിറ്റേജ്, ഗ്രേഡ് പോയിൻ്റ്, ആവറേജ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറും ഗ്രേഡ് പോയിൻ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കുട്ടികൾ പിറകിലോട്ട് പോകുമോ? കാരണം ഓരോയിടത്തും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില ക്രൈറ്റീരിയ ഒക്കെ അവർ വെക്കുന്നുണ്ട്. എങ്കിലും നല്ല ഹൈ മാർക്കാണ് ബാക്കിയുള്ളവർക്കൊക്കെ കാണുന്നത്. CBSE മാത്രമല്ല, ബാക്കി എല്ലാ സിലബസിലും അങ്ങനെ തന്നെയാണ്. സ്റ്റേറ്റിൽ പക്ഷേങ്കിൽ ഇപ്രാവശ്യം +2 കൊമേഴ്സ് അടക്കം പല പേപ്പേഴ്സും ടഫാണ്. സയൻസിൽ ടഫുണ്ട്, കൊമേഴ്സിൽ ടഫ്നെസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കുട്ടികൾ ബാക്കിലോട്ട് പോയേക്കുമോ എന്നൊരു ആകുലത എനിക്കുണ്ട്. അത് യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആകുലതയുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാരണം ഈ ഒരു ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോഴേക്ക് ചെറിയൊരു പോയിൻ്റ് പോലും നമ്മളെ ചിലപ്പോൾ പിറകിലോട്ട് തള്ളിയേക്കാം. പക്ഷേ നമ്മുടെ സ്റ്റേറ്റിന് അതൊക്കെ അറിയാം. അതുകൊണ്ട് റിസൾട്ട് നന്നേ ബാക്കോട്ട് പോകാൻ സാധ്യതയില്ല. നമ്മളുടേത് പ്രത്യേക പരിഗണനയൊക്കെ ഉണ്ടായേക്കും. പിന്നെ നമ്മുടെ എക്സ്ട്രാ നമുക്ക് ഗ്രേസ് മാർക്ക് അങ്ങനെയുള്ള പ്രൊവിഷൻസൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. CBSEയിൽ അതൊന്നും അധികം കിട്ടുന്നില്ല. കലോത്സവം, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് അങ്ങനെയൊക്കെയുള്ള ഗ്രേസ് മാർക്കൊക്കെ വളരെ കുറവാണ് അവർക്ക്. നമുക്കത് കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മളുടെ A+ൻ്റെ ഒന്നും എണ്ണം കുറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. A+ എത്തുന്നത് വരെ നമ്മൾ ഗ്രേസ് മാർക്ക് സഹായിക്കില്ല. അതിൻ്റെ മുകളിലേക്കല്ലേ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. 90% എബവ് അല്ലേ ഗ്രേസ് മാർക്ക് പരിഗണിക്കാതെ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേറെയും മെറിറ്റുണ്ട്. നിങ്ങൾ ഗ്രേസ് മാർക്ക് ഇല്ലാതെ 90% വാങ്ങി ഫുൾ A+ വാങ്ങിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ കോളേജിലേക്ക് അഡ്മിഷന് പോകുമ്പോൾ ഈ NSSൻ്റേത് എക്സ്ട്രാ നിങ്ങൾക്കൊരു പരിഗണന വെയിറ്റേജ് കിട്ടുന്നുണ്ട്. മാർക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് ആ വെയിറ്റേജ് പിന്നെ വീണ്ടും പരിഗണിക്കാതെ, അപ്പോഴേ ഡബിൾ കൗണ്ടിങ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും മറ്റ് CBSEയും ICSE ഒക്കെ റിസൾട്ട് വന്ന അവസ്ഥയിൽ നമ്മളത് വരാതിരിക്കുമ്പോഴേ പേഴ്സണലി എനിക്കൊരു ആകുലതയുണ്ട്. നിങ്ങൾക്ക് ആകുലതയുണ്ടോ? അല്ല നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്? വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. റിസൾട്ട് വന്നതിന് ശേഷം ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. അത്രയ്ക്ക് പിറകിലോട്ട് പോകാൻ സാധ്യതയില്ല. SSLCയുടെ പാസ് പെർസെൻറ്റേജിൽ ചെറിയൊരു കുറവേ വന്നിട്ടുള്ളൂ.
A+ൻ്റെ എണ്ണത്തിലാണ് കാര്യമായ കുറവ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തായാലും റിസൾട്ട് അതിന് അധികം ദിവസം ഇല്ല, 3 ദിവസത്തിനുള്ളിൽ 4 ദിവസത്തിനുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് എത്തും. പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. സന്തോഷപ്രദമായൊരു റിസൾട്ട് ആയിരിക്കട്ടെ. എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ ആകുലത നിങ്ങളുമായി ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. സമാന ചിന്താഗതിയുള്ളവർ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം.